കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. വേനൽ കടുത്തു, പാലുൽപാദനം കുറഞ്ഞു. ക്ഷീരമേഖല പ്രതിസന്ധിയിലായതോടെ കൂടുതൽ കർഷകർ തൊഴിൽ തന്നെ ഉപേക്ഷിക്കുന്നു. പാൽ വില വർദ്ധിപ്പിക്കണമെന്നും സർക്കാർ ഇടപെടൽ വേണമെന്നും ക്ഷീരകർഷകർ. ചൂട് കാരണം പാലുൽപാദനം പകുതിയോളം കുറഞ്ഞതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. വേനൽ ചൂട് പ്രധാനമായും ബാധിച്ച ക്ഷീരമേഖല കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെയാണ്. വേനൽ കടുത്തതോടെ പാലുൽപാദനം 50% കുറഞ്ഞു. ഇത് ക്ഷീര കർഷകരുടെ വരുമാനത്തിലും വൻ ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ 25 വർഷമായി ക്ഷീരമേഖലയിൽ സജീവമായ പെരുവമ്പാടം സ്വദേശി കുന്നേൽ മനോജ് പറയുന്നു. നമ്മൾ 10-25 കൊല്ലമായിട്ട് ഈ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഓരോ കൊല്ലം തോറും ഉൽപാദന ചെലവ് കൂടുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് പലരും നിർത്തി പോവുകയാണ്. നമുക്ക് ഗവൺമെന്റ് സഹായങ്ങളൊക്കെ കാര്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ മേഖലയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ കാലിത്തീറ്റയ്ക്കും പിണ്ണാക്ക് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. മിൽമ പാലിന് വില കുറവാണ് തരുന്നത്. അവര് ഫാക്ട് റീഡിംഗ് ഒക്കെ നോക്കിയിട്ട് അത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ തരുന്നത്. നമ്മൾ പിന്നെ അങ്ങനെ കൊടുക്കുക. അതിൽ കൂടെയൊന്നും ഈ മേഖല മുന്നോട്ട് പോവുകയല്ല. ഈ വേനൽ എങ്ങനെയാണ് ഇപ്പം ബാധിച്ചിട്ടുള്ളത്? വേനൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുണ്ടായിരുന്ന ഉൽപാദനത്തിന്റെ പകുതിയായിട്ട് കുറഞ്ഞു. ഉൽപാദനം കുറഞ്ഞാലും കൂടിയാലും നമ്മൾ ഈ ചെലവും കാര്യങ്ങളും ഒക്കെ ഒരേപോലെയാണ്. ഉണ്ട്. ഫാന് എപ്പോഴും ഇട്ട് കൊടുക്കണം, ഇടയ്ക്ക് കുളിപ്പിക്കണം, പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതാ പറഞ്ഞ ചെലവ് കൂടുതലാ, ഉൽപാദനം കുറവാ. ഇപ്പൊ വേനല് കണ്ടമാനം കടുത്തോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ്. വേനൽ കടുത്തതോടെ പുല്ല് കിട്ടാനില്ല. വലിയ വില നൽകി കാലിത്തീറ്റ വാങ്ങി വേണം നൽകാൻ. ചൂടിൽ പശുക്കളെ സംരക്ഷിക്കാൻ കർഷകർ തൊഴുത്തിൽ ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകന് നിലവിൽ ലിറ്ററിന് 42 രൂപയാണ് ലഭിക്കുന്നത്. 1 ലിറ്റർ പാലിന് 75 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ക്ഷീര കർഷകർക്ക് നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയൂ. മിൽമയിൽ നിന്നും കർഷകന് 42 രൂപ ലഭിക്കുമ്പോൾ പുറത്തു കൊടുത്താൽ 60 രൂപ വരെ ലഭിക്കുമെന്നും മനോജ് പറയുന്നു. കഴിഞ്ഞ മാസം മിൽമ ലിറ്ററിന് 4 രൂപ ഇൻസെന്റീവ് നൽകിയത് ആശ്വാസമായതായും മനോജ് അറിയിച്ചു. ക്ഷീര കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ക്ഷീരമേഖലയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ടൈൽസുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. വിശാലമായ ഗോഡൌൺ സൗകര്യം. ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.